ഇപ്പോൾ CMFന്റെ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് CMF ഫോൺ 1. അതുപോലെ തന്നെ മോട്ടറോളയുടെ 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് മോട്ടോ G85 5G. ഇപ്പം ഈ രണ്ട് ഫോണുകളുടെയും 8GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ആണ്. രണ്ട് ഫോണുകളുടെയും ഈ ഒരു വെർഷൻ 18,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ G85 5Gയും അതുപോലെ തന്നെ CMF ഫോൺ 1 5Gയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്പ്ലേഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ CMF ഫോൺ 1ൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. മോട്ടറോളയിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ സൈസിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. പിന്നെ CMF ഫോൺ 1ൽ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. മോട്ടോ G85ൽ POLED പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടിലും ഏകദേശം അടുത്ത് വരുന്ന ഡിസ്പ്ലേ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം വരുന്നത് എന്ന് പറയുന്നത് CMFൽ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്, എന്നാൽ മോട്ടറോളയിൽ നമുക്ക് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോട്ടോ G85 5G എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് കർവ്ഡ് ഡിസ്പ്ലേയും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ CMF ഫോൺ 1ഉം നോക്കാവുന്നതാണ്. പിന്നെ രണ്ട് ഫോണുകളിലും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഫോണുകളിലും 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. പിന്നെ CMFൽ 8-bit ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്, എന്നാൽ മോട്ടറോളയിൽ 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ കൂടുതൽ കളേഴ്സും കാര്യങ്ങളൊക്കെ മോട്ടറോളയിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ CMF ഫോൺ 1ന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2000 നിറ്റ്സ് ആണ്. മോട്ടറോളയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1600 നിറ്റ്സ് ആണ്. അപ്പോൾ ഏകദേശം അടുത്ത് വരുന്ന പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ CMFൽ ഏത് പ്രൊട്ടക്ഷൻ ആണ് ഫോണിന്റെ ഫ്രണ്ടിൽ വരുന്നത് എന്നുള്ള കാര്യം അവർ മെൻഷൻ ചെയ്തിട്ടില്ല, എന്നാൽ മോട്ടറോളയിൽ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം CMFൽ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ അത് തീർച്ചയായിട്ടും മെൻഷൻ ചെയ്തേനെ, പക്ഷെ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ മോട്ടോ G85 5Gയിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ മോട്ടറോള നോക്കാം, അല്ല ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ CMF നോക്കാവുന്നതാണ്. പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രൊട്ടക്ഷനും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10-bit ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. ഇതിൽ CMFന്റെ വെയിറ്റ് വരുന്നത് 197 ഗ്രാം ആണ്. മോട്ടറോളയുടെ വെയിറ്റ് വരുന്നത് 172 ഗ്രാം ആണ്. വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവ് മോട്ടറോളയ്ക്കാണ്. അതുപോലെ തന്നെയാണ് തിക്നെസിന്റെ കാര്യവും. CMFന്റെ തിക്നെസ് വരുന്നത് 8 mm ആണ്. മോട്ടറോളയുടെ തിക്നെസ് വരുന്നത് 7.59 mm ആണ്. അപ്പോൾ തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറവ് മോട്ടറോളയിലാണ്. പിന്നെ രണ്ട് ഫോണുകളിലും IP52 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ CMFൽ നമുക്ക് ബാക്ക് പാനൽ റിമൂവ് ചെയ്തിട്ട് കേസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്നാൽ മോട്ടറോളയിൽ ഇതുപോലുള്ള ഒരു ഡിസൈൻ അല്ല വരുന്നത്. നമുക്ക് ബാക്ക് പാനൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഡിസൈൻ എന്നുള്ളത് പേഴ്സണൽ പ്രിഫറൻസ് ഒക്കെയാണ്. നിങ്ങൾ ഇതിൽ ഏത് ഡിസൈനാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇനി പ്രൊസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ CMFൽ MediaTek Dimensity 7300 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. മോട്ടറോളയിൽ സ്നാപ്ഡ്രാഗൺ 6s Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ ഏതാന്ന് വെച്ചാൽ CMF ഫോൺ 1ൽ വരുന്ന MediaTek Dimensity 7300 എന്ന പ്രോസസ്സറാണ് ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ. അപ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്നത് പെർഫോമൻസ്, ഗെയിമിംഗ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളിൽ കുറച്ചും കൂടി ബെറ്റർ CMF ഫോൺ 1 ആയിരിക്കും. പിന്നെ രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. CMFൽ 10ഓളം 5G ബാൻഡ്സ് ആണ് വരുന്നത്. മോട്ടറോളയിൽ 12 5G ബാൻഡ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ CMF ഫോൺ 1ൽ ബേസ് വേരിയന്റിൽ 6GB റാമും 128GB ഇന്റേണലും ആണ് വരുന്നത്. മോട്ടറോളയിൽ ബേസ് വേരിയന്റിൽ തന്നെ 8GB റാമും 128GB ഇന്റേണലും കൊടുത്തിട്ടുണ്ട്. CMFലും ഇതുപോലെ ഒരു വെർഷൻ വരുന്നുണ്ട്. പിന്നെ മോട്ടറോളയിൽ ഇത് കൂടാതെ 12GB റാം 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു വെർഷൻ CMF ഫോൺ 1ൽ വരുന്നില്ല. അപ്പം വിലയുടെ കാര്യമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഏതൊക്കെ വേരിയൻസ് ആണ് വരുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഹാപ്റ്റിക് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ മോട്ടോ G85ൽ വരുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അത് മാത്രമല്ല മോട്ടറോളയിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ CMF ഫോൺ 1ൽ സിംഗിൾ സ്പീക്കറേ കൊടുത്തിട്ടുള്ളൂ. ബെറ്റർ ആയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ മോട്ടറോളയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. രണ്ട് ഫോണുകളും വരുന്നത് Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. ഇതിൽ CMFൽ നത്തിങ് മൈ സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. മോട്ടറോളയിൽ HelloUS സോഫ്റ്റ്വെയറും വരുന്നുണ്ട്. രണ്ടിലും ഏകദേശം സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്ന ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും.
പിന്നെ CMFൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. മോട്ടറോളയിൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മോട്ടറോളയിൽ കൂടുതൽ കാലത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ സോഫ്റ്റ്വെയർ എന്നുള്ളതും പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ആണ് ഇതിൽ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 2 ഫോണുകളുടെയും പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 2 ഫോണുകളിലും 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. മോട്ടറോളയിൽ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. സോണി LYT600ന്റെ സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ CMFൽ 2 മെഗാ പിക്സൽ ഒരു ഡെപ്ത് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ മോട്ടറോളയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 8 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് മാക്രോ ഫോട്ടോസും ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ക്യാമറ കമ്പാരിസൺസ് ഒക്കെ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മോട്ടറോളയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എക്സ്പോഷറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ലൈറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മാക്രോ ഫോട്ടോസും ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിന്റെ കാര്യത്തിലും മോട്ടറോളയാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ മോട്ടറോള ആയിരിക്കും. ഇനി സെൽഫി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ CMFൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. മോട്ടറോളയിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇപ്പോൾ സെൽഫി ക്യാമറയുടെ കാര്യത്തിലും കുറച്ചും കൂടി ബെറ്റർ മോട്ടറോള ആയിരിക്കും. അപ്പം വീഡിയോ റെക്കോർഡിങ്ങിനും കുറച്ചും കൂടി ബെറ്റർ മോട്ടറോള തന്നെ ആയിരിക്കും. അപ്പോൾ ക്യാമറ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Moto G85 5G ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 2 ഫോണുകളിലും 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 2 ഫോണുകളിലും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ Type C ചാർജിംഗ് പോർട്ട് തന്നെയാണ് 2 ഫോണുകളിലും കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മോട്ടറോളയുടെ ബോക്സിൽ നമുക്ക് ചാർജറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. എന്നാൽ CMFൽ അങ്ങനെയല്ല. നമ്മൾ ചാർജർ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പം വിലയുടെ കാര്യം നോക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഫോൺ മാത്രം മേടിച്ചാൽ പോരാ, സെപ്പറേറ്റ് ഒരു ചാർജറും കൂടി മേടിക്കണം. അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ മോട്ടറോളയ്ക്ക് അഡ്വാൻറ്റേജ് വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. കാരണം നമുക്ക് ഫോണിൻ്റെ ബോക്സിൽ തന്നെ ചാർജറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ CMF ഫോൺ 1ൽ 6GB RAM 128GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിന്റെ വില വരുന്നത് 15,999 രൂപയാണ്. ഇങ്ങനെ ഒരു വെർഷൻ മോട്ടറോളയിൽ വരുന്നില്ല. പിന്നെ 2 ഫോണുകളിലും കോമൺ ആയിട്ടുള്ള വെർഷൻ ഏതാണെന്ന് വെച്ചാൽ 8GB RAM 128GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഈ ഒരു വെർഷന്റെ വില വരുന്നത് 17,999 രൂപയാണ്. അപ്പോൾ സെയിം വെർഷൻസിന്റെ കാര്യം നോക്കുമ്പോൾ വില സെയിം ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ മോട്ടറോളയിൽ 12GB RAM 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഈ വെർഷന്റെ വില വരുന്നത് 19,999 രൂപയാണ്. ഇങ്ങനെ ഒരു വെർഷൻ CMFലും വരുന്നില്ല. വിലയുടെ കാര്യം നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ CMF ഫോൺ 1 നമുക്ക് 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ സെയിം വെർഷൻസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഫോണുകൾക്കും സെയിം ആയിട്ടുള്ള വില തന്നെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ CMF ഫോൺ 1 നമ്മൾ മേടിക്കുമ്പോൾ ചാർജർ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. എന്നാൽ മോട്ടറോളയുടെ കാര്യത്തിൽ അങ്ങനെ എക്സ്ട്രാ ഒരു ചെലവ് വരുന്നില്ല. വിലയുടെ കാര്യത്തിൽ 2 കാര്യങ്ങളുണ്ട്. 16,000 രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ CMF ഫോൺ 1 നോക്കാം. അല്ല സെയിം വെർഷൻസിന്റെ കാര്യം നോക്കുമ്പോൾ സെയിം വിലയാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ചാർജറും കൂടി മേടിക്കണം എന്നുണ്ടെങ്കിൽ മോട്ടറോള നമുക്ക് സെയിം വെർഷൻസ് കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CMF ഫോൺ 1ൽ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാക്ക് പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. മോട്ടറോളയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ നമുക്ക് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെയിറ്റും തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുപോലെ തന്നെ ഈ ഫോണിന്റെ ബേസ് വേരിയന്റിൽ തന്നെ 8GB RAM 128GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ലഭിക്കുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിന്റെ ബോക്സിൽ തന്നെ ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സെയിം വെർഷൻസിന്റെ കാര്യത്തിൽ ഇത് സെയിം ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 2 ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ 2 ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണം, അതുപോലെ തന്നെ ക്യാമറയാണ് പ്രയോറിറ്റി എന്നൊക്കെ ഉണ്ടെങ്കിൽ മോട്ടറോളയുടെ ഒരു ഫോൺ നോക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് വേണ്ടത് മെയിനായിട്ട് പെർഫോമൻസ് അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ CMF ഫോൺ 1 നോക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾ ഇതിലേത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.